മഴയത്തും വെയിലത്തും ജനങ്ങൾക്കായി നിരന്തരം സേവനമനുഷ്ഠിക്കുന്ന കൊച്ചിയിലെ ആശാപ്രവർത്തകർക്ക് താങ്ങായി മഹാത്മാ സ്നേഹ കൂട്ടായ്മ. സംഘടനയുടെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർക്ക് ചൂടാൻ കുടകളും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് വിതരണം ചെയ്തു. മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർക്ക് ചൂടാൻ കുടയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പനേപ്പിള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങ് കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള മനസ്സുള്ള ആളുകൾ പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുന്ന ആളുകൾ ഇന്ന് ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ വളരെ കുറവാണ്. നമ്മൾ 24 മണിക്കൂർ സമയം പോലെ നമുക്ക് തികയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം കുടുംബം നോക്കാൻ പോകും, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകും എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തിയും അവരുടെ പ്രവർത്തനത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ഈ നല്ല മനസ്സെത്തിച്ചേരുന്നത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ പ്രയാസങ്ങൾ കണ്ടതിന് അവരെ സഹായിക്കാൻ എത്തിച്ചേരുന്ന ഈ പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരിലേക്കും സഹായം എത്തിക്കാൻ കഴിയാവുന്ന ഒരു നല്ല സന്നദ്ധ സംഘടനയായിട്ട് ഈ മഹാത്മാ ചെയർമാൻ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ താരം തസ്നി ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ മിക്ക പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്നും ഓർക്കാൻ പറ്റുന്നത്. ദുരിതബാധിതർക്കും കിടപ്പുരോഗികൾക്കും ആശ്വാസമേകുന്ന പാലിയേറ്റീവ് പ്രവർത്തകരായ CP പൊന്നൻ, PP ജേക്കബ്, സജ്ന യേശുദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു കുട നൽകിക്കൊണ്ട്, കുട വാസ്തവത്തിൽ മഴയത്തും വെയിലത്തും പിടിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു പ്രതീകമായിട്ട് ഈ കരുതലിനെ, അവരുടെ ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കുന്ന കരുതലിന്റെ തണലിന്റെ രൂപാന്തരത്തിൽ ഒരു കുടയായി, ഒരു പ്രതീകമായി മഹാത്മാ അവരെ ആദരിക്കുകയാണ്. റഫീഖ് ഉസ്മാൻ സേട്ടു, സിയാദ് ഹുസൈൻ, തമ്പി സുബ്രഹ്മണ്യം, സാലിം ഫൈസി, സുമയ്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഒരേ കുട്ടികളുടെ തലയിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ അവരെ മുന്നോട്ട് വരുമ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന കുട്ടികളായി മാറുന്ന ഒരു കൂട്ടത്തിലേക്ക് വരുന്ന ആ കൂട്ടം ഉണ്ടാക്കുന്ന ടീച്ചർമാരാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.